മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിയമങ്ങളെക്കുറിച്ചുള്ള പഠനവും വിചിന്തനവുമാണ് ഈ എപ്പിസോഡിൻ്റെ ചർച്ചാ വിഷയം. സഭയിൽ നിയമങ്ങളുടെ പ്രാധാന്യം എന്ത്, പ്രസക്തി എന്ത്, എന്താണ് നിയമങ്ങൾ സഭയിൽ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം, ഇവയൊക്കെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, എന്തിനാണ് സഭയിൽ നിയമങ്ങൾ? നിയമങ്ങൾ മനുഷ്യന് പരിമിതികൾ തീർക്കുന്നവയല്ലേ? തീർച്ചയായും ഒരു ദൈവിക സ്ഥാപനം എന്ന നിലയിൽ സഭയിൽ എന്തിനാണ് നിയമങ്ങൾ? നിയമങ്ങൾ ഇല്ലാതെ തന്നെ എല്ലാം ഭംഗിയായി നടക്കേണ്ടതല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ക്ലാസ് നമുക്ക് അവിടെ തന്നെ ആരംഭിക്കാം. എന്തിനാണ് സഭയിൽ നിയമങ്ങൾ? നിയമാവബോധം ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന അവബോധമാണ്. നിയമാവബോധമില്ലാത്ത സമൂഹത്തിന് വളരുന്നതിന് സാധിക്കുകയില്ല. മാത്രമല്ല, നിയമാവബോധമില്ലാത്ത സമൂഹത്തിൽ അരാജകത്വം നിലനിൽക്കും. അതുകൊണ്ട് സഭ ഒരു സ്ഥാപനം എന്ന നിലയിൽ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സഭ ഒരു ദൈവിക സ്ഥാപനമാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം സഭ ദൈവസ്ഥാപിതമാണ്. യേശു ക്രിസ്തു സഭയെ സ്ഥാപിച്ചു. അതിനാൽ തന്നെ സഭയെ ഒരു ദൈവിക സ്ഥാപനം, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സഭ സ്ഥാപിതമായിരിക്കുന്നത് ബലഹീനരായ മനുഷ്യരിലാണ്. മനുഷ്യരാണ് സഭയിലെ അംഗങ്ങൾ. അതുകൊണ്ട് സഭയെ ഒരു ദൈവിക സ്ഥാപനം എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു മാനുഷിക സ്ഥാപനം എന്ന നിലയിലും മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഓൾസോ എ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സഭയ്ക്ക് അതിൻ്റെ ദൈവികമായ ഭാവമുണ്ട്, അതോടൊപ്പം തന്നെ മാനുഷികമായ ഭാവങ്ങളുമുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു ദൈവിക സ്ഥാപനം എന്ന നിലയിൽ സഭ പൂർണ്ണമായ ഒരു സമൂഹമാണ്. എന്നാൽ മനുഷ്യരിലാണ് അത് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് അത് അപൂർണവുമാണ്. ഈ സഭാംഗങ്ങളുടെ ഉത്തരവാദിത്വം ഈ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഫ്രം ആൻ ഇംപെർഫെക്റ്റ് സൊസൈറ്റി ടു എ പെർഫെക്റ്റ് സൊസൈറ്റി. ഇങ്ങനെ അപൂർണമായ, കുറവുകളുള്ള, ബലഹീനതകളുള്ള മനുഷ്യരിൽ നിർമ്മിതമായ ഒരു സമൂഹം എന്ന നിലയിൽ അതിൻ്റെ അപൂർണതകളിൽ നിന്ന് അതിൻ്റെ ദൈവിക ഭാവമായ പൂർണ്ണതയിലേക്ക് വളരുന്നതിന് സഭയെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സഭാ നിയമങ്ങൾ. ഇതാണ് സഭയിൽ നിയമത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി. അപ്പോൾ സഭ ഒരു മാനുഷിക സ്ഥാപനം എന്ന നിലയിൽ അവിടെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പല തലത്തിലുള്ള നിയമങ്ങളാൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. എന്നുവെച്ചാൽ സഭാ നിയമങ്ങളിൽ പല തലത്തിലുള്ള നിയമങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായത് ദൈവിക നിയമങ്ങളാണ്. സഭയിൽ ദൈവം നൽകിയ നിയമങ്ങളുണ്ട്. ഉദാഹരണമായി നാം പറയുമ്പോൾ 10 കൽപ്പനകൾ ദൈവം തന്നെ സഭയ്ക്കായി നൽകിയ നിയമങ്ങളാണ്. അതുപോലെ തന്നെ സഭയിൽ പ്രകൃതി നിയമങ്ങളുണ്ട്. സഭാ സംവിധാനത്തിൽ പ്രകൃത്യാ തന്നെ നിലവിലിരിക്കുന്ന നിയമങ്ങൾ, ഇവയെ നാം പ്രകൃതി നിയമങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു, നാച്ചുറൽ ലോസ്. ഈ ദൈവിക നിയമങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും കൂടുതൽ വ്യക്തമായി ആവിഷ്കരിക്കുന്നതിന് പോസിറ്റീവ് ഹ്യൂമൻ ലോസ്
സഭയിൽ നിലവിലുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ സഭയിൽ മാനുഷിക നിയമങ്ങളും ഉണ്ട്. മിയർലി ഹ്യൂമൻ ലോസ് എന്നുവെച്ചാൽ സഭയിൽ മനുഷ്യ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നൽകപ്പെടുന്ന നിയമങ്ങൾ. അപ്പോൾ ഇവയെല്ലാം ചേർന്നതാണ് സഭയിലെ നിയമങ്ങളുടെ സമാഹാരം, സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ സഭയിലെ നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഇപ്രകാരം മനസ്സിലാക്കണം. സഭയിലെ നിയമസംഹിതകൾക്കകത്ത് ദൈവിക നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ അവയെ വ്യക്തമായി ആവിഷ്കരിക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട്, അവയുടെ പ്രായോഗിക ജീവിതത്തിനായി മനുഷ്യ അധികാര കേന്ദ്രങ്ങൾ നൽകുന്ന നിയമങ്ങളും ഉണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയിലെ നിയമസംഹിതയെ ഇവിടെ എല്ലാം ഒരു സമാഹാരമായിട്ട് വേണം നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഈ നിയമങ്ങളൊക്കെ നമുക്ക് പരിമിതികൾ തരുന്നവയാണോ, നിയന്ത്രണങ്ങളാണോ, അതോ സംരക്ഷണമാണോ? ഇത് നിയമങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിയമങ്ങൾ ഒരിക്കലും നിയന്ത്രണങ്ങളല്ല, മറിച്ച് നിയമങ്ങൾ സംരക്ഷണങ്ങളാണ്. സഭാംഗങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിന്, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംരക്ഷണ കവചങ്ങളാണ് സഭയിൽ നിയമങ്ങൾ. അങ്ങനെ വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് സഭാ നിയമങ്ങൾ അടിമത്തമല്ല, മറിച്ച് സഭാ നിയമങ്ങൾ സഭാസമൂഹത്തിന് സംരക്ഷണവും അതുപോലെ തന്നെ ഈ നിയമങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം സമൂഹത്തെ കരുത്തുള്ളതുമാക്കി തീർക്കും. അതുകൊണ്ടാണ് നാം നിയമത്തെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഒരിക്കലും നിയമങ്ങൾ അടിമത്തമല്ല, മറിച്ച് സംരക്ഷണവും മനുഷ്യനെ കരുത്തുള്ളതാക്കി തീർക്കുന്നതുമായ കാര്യങ്ങളാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. അപ്പോൾ യേശുവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിയമമാണ്. ഈ സ്നേഹത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ നിയമങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവയെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സ്നേഹമില്ലാത്തിടത്ത് നിയമം ഒരു അടിമത്തമായി തീരും. എന്നാൽ സ്നേഹമുള്ളിടത്ത് നിയമം സംരക്ഷണമുള്ളതായി തീരുന്നു. മറ്റെല്ലാ നിയമങ്ങളും ഈ സ്നേഹപ്രമാണത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള നിയമത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് സഭയിൽ നിലനിൽക്കുന്ന മറ്റെല്ലാ നിയമങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ. അവയെല്ലാം നമ്മെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്, അഥവാ സഹായകങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, എന്തിനാ സഭയിൽ നിയമം എന്നുള്ളത് അപ്രസക്തമാണ്. സഭയിൽ സ്നേഹമാണ് വലുത് എങ്കിലും ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് മറ്റ് നിയമങ്ങൾ ആവശ്യമാണ്. യേശു വീണ്ടും പറയുന്നുണ്ട്, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. അപ്പം നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ്, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നൽകപ്പെടുന്നവയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, മറിച്ച് പൂർത്തിയാക്കാനാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ്. യേശു നിയമത്തെ അതുപോലെ തന്നെ നിരാകരിക്കുന്നില്ല, മറിച്ച് അവയ്ക്ക് പുതിയ ഒരു മാനം, പുതിയ ഒരു ദർശനം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഭാ നിയമങ്ങളെ പറ്റിയുള്ള പഠനത്തിൽ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. The canon law is the law of grace. The law of grace.
the firm and certain guide which leads and directs the faithful towards grace. സഭാ നിയമം എന്ന് പറയുന്നത് കൃപയുടെ നിയമങ്ങളാണ്. സഭാംഗങ്ങളെ, വിശ്വാസികളെ കൃപയിലേക്ക്, ദൈവകൃപയിലേക്ക് നയിക്കുന്ന ചാനലുകളാണ് കത്തോലിക്ക സഭയിൽ സഭാ നിയമങ്ങൾ എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനിയും നിയമത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? നിയമത്തിൻ്റെ ഒരു തത്വശാസ്ത്രം പറയുകയാണെങ്കിൽ, വിഖ്യാതനായ തത്വശാസ്ത്രജ്ഞൻ പ്ലേറ്റോ നിയമത്തെ ഇപ്രകാരമാണ് നിർവചിക്കുക: ലോ ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് റീസൺ. യുക്തിയുടെ പ്രകടനമാണ് നിയമം. അതായത് മനുഷ്യൻ്റെ യുക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് നിയമം. അരിസ്റ്റോട്ടിൽ ഇതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിർവചിച്ചു. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ആജ്ഞാശക്തിയുള്ള യുക്തിയുടെ പ്രകടനമാണ് നിയമം. അപ്പോൾ നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നതായിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഈ രണ്ട് തത്വശാസ്ത്രങ്ങളെയും കൂട്ടിച്ചേർത്താണ് ക്രിസ്തീയ തത്വചിന്തകനായ സെൻറ്റ് തോമസ് അക്വീനാസ് നിയമത്തെ നിർവചിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ശരിയായ യുക്തിയുടെ ക്രമീകരണമാണ് നിയമം. ലോ ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് റൈറ്റ് റീസൺ. ഇവിടെ റൈറ്റ് റീസൺ, ശരിയായ യുക്തി എന്നത് ആത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന നിയമമാണ്. അപ്പോൾ നിയമദാതാവ് ആത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് നൽകുന്ന ശരിയായ നിയമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പാലിക്കപ്പെടുമ്പോൾ അത് നല്ല നിയമം ആണെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഇതാണ് നിയമത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ സഭയിൽ ഇന്ന് നൽകപ്പെടുന്ന നിയമങ്ങളെല്ലാം ഈ അർത്ഥത്തിൽ ശരിയായ യുക്തിക്കനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന നിയമമനുസരിച്ച് നിയമദാതാവ് ഒരു സമൂഹത്തിനു വേണ്ടി നൽകുന്നു. അത് ആ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും കാരണമാകത്തക്ക വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ അത് ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് എന്തിനു വേണ്ടി അത് ഉദ്ദേശിക്കപ്പെടുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ഇതിനെയാണ് സഭാ നിയമം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ സഭാ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ ആത്മാക്കളുടെയും രക്ഷയാണ്. അതുകൊണ്ടാണ് പ്രശസ്തമായ വാക്യം ഇങ്ങനെയുള്ളത്: ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്, സാലൂസ് അനിമാരും. അപ്പോൾ എല്ലാ നിയമവും നിർമ്മിക്കപ്പെടേണ്ടതും ഉപയോഗിക്കപ്പെടേണ്ടതും വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ടതുമെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് കത്തോലിക്ക ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുമ്പോഴും നാം ഇങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു സമൂഹത്തിൻ്റെ പൊതു ലക്ഷ്യം നേടുന്നതിന് അതിനെ സഹായിക്കുക എന്നതാണ് ആ സമൂഹത്തിൻ്റെ നിയമത്തിൻ്റെ ലക്ഷ്യം. കത്തോലിക്ക സഭയിൽ സഭാ നിയമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയുടെ ലക്ഷ്യമായ ആത്മാക്കളുടെ രക്ഷ നേടുന്നതിന് എല്ലാ സഭാംഗങ്ങളെയും സഹായിക്കുക എന്നതാണ്. രണ്ടാമതായി, ഒരു സമൂഹത്തിന് ഒരു സ്ഥിരത നൽകുന്നതിന് നിയമം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതായത് ഒരു സമൂഹം സ്ഥിരതയുള്ളതാവണമെങ്കിൽ, പെർമനൻ്റായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് ഒരു നിയമ സംഹിത വേണം. അങ്ങനെ ഒരു നിയമസംഹിതയില്ലാത്ത സമൂഹം അത് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഫോർ ദ പെർമനൻസി, ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും അതിൻ്റെ സ്ഥിരതയ്ക്കും വേണ്ടി അതിന് ഒരു നിയമസംഹിത ആവശ്യമാണ്. മൂന്നാമതായി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ആ സമൂഹത്തിലെ അംഗങ്ങളുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഒരു സമൂഹത്തിന് അതിൻ്റേതായ ഒരു നിയമവ്യവസ്ഥയില്ലെങ്കിൽ ആ സമൂഹത്തിലെ അംഗങ്ങളുടെ കടമയും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുകയില്ല. സഭാ നിയമത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സഭാംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക എന്നുള്ളത്. ഏറ്റവും അവസാനമായി, നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു ഏജന്റ് ഓഫ് എഡ്യൂക്കേഷനാണ്. നിയമം ആ സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ കടമകളെക്കുറിച്ചും ആ വ്യക്തി നിലനിർത്തേണ്ട മൂല്യങ്ങളുടെ ഒരു നിലവാരത്തെപ്പറ്റിയും അവരുടെ ജീവിതാവസ്ഥയെപ്പറ്റിയുമൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് ടീച്ചിങ് പ്രോസസ്സ്. അപ്പോൾ നിയമം അതിനാൽ തന്നെ ഒരു നല്ല ഗുരുനാഥയാണ്. സമൂഹാംഗങ്ങളെ, വ്യക്തികളെ അവരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം പഠിപ്പിക്കുന്നതിന് നിയമത്തിന് കഴിയും എന്ന് ചുരുക്കം. ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ നേടുകയാണ് കത്തോലിക്കാ സഭയിൽ സഭാ നിയമങ്ങളുടെ ലക്ഷ്യവും. ഇനി നാം മനസ്സിലാക്കേണ്ടത്, എവിടെ നിന്നാണ് ഈ നിയമം കത്തോലിക്കാ സഭയിൽ ക്രോഡീകരിക്കപ്പെട്ടത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സഭയിലെ നിയമങ്ങളുടെ സോഴ്സ് എന്താണ്? പ്രഭവസ്ഥാനം എവിടെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സഭയിൽ ദൈവിക നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങളുണ്ട് എന്ന്. ഈ നിയമങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. അതുകൊണ്ട് സഭാ നിയമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ സോഴ്സ്, പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അത് ഈ കാലത്തിനനുസരിച്ച് നമുക്ക് നൽകപ്പെടുന്നത് സഭാ നിയമങ്ങളിൽ കൂടിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സഭാ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഫൗണ്ടേഷൻ, പ്രഭവസ്ഥാനമായി നാം സ്വീകരിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന പഠനങ്ങളെ തന്നെയാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുന്ന നിയമങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങളുമുണ്ട്. ഇവയിലെല്ലാം സഭാ നിയമത്തിൻ്റെ ഈ അടിസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് പാരമ്പര്യങ്ങളാണ്. സഭയിൽ എഴുതപ്പെട്ട നിയമങ്ങളായ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിന് ശേഷം നമ്മുടെ കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ സഭയിൽ തുടരുന്നതിനെയാണല്ലോ നമ്മൾ പാരമ്പര്യങ്ങൾ എന്ന് വിളിക്കുക. അത് യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ തുടർന്ന് വന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തിലൂടെയൊക്കെ നൽകപ്പെട്ട പാരമ്പര്യങ്ങളുണ്ട്. ഇവയെല്ലാം സഭാ നിയമത്തിൻ്റെ സോഴ്സസ് ആണ്. അപ്പോൾ ഇപ്രകാരം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങൾ തുടർന്ന് സഭാ നിയമങ്ങളിലേക്ക് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ സഭാ നിയമങ്ങളുടെ ഒരു സോഴ്സസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാവുന്നത് വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. തുടർന്ന് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെപ്പറ്റി. ഇവയ്ക്ക് ശേഷം നമുക്ക് ധാരാളം മറ്റ് എഴുതപ്പെട്ട ലേഖനങ്ങളും പാരമ്പര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോലന്മാർ തന്നെയോ അല്ലെങ്കിൽ തുടർന്നു വന്ന അവരുടെ ശിഷ്യന്മാരോ സമൂഹങ്ങളോ ഒക്കെ എഴുതിയ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളും അവയൊക്കെ സഭാ നിയമങ്ങളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് കാണാവുന്നതാണ് സഭയിലെ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ. ആദിമ നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ, അവർക്ക് ശേഷം സഭയിൽ നിലനിന്നിരുന്ന പിതാക്കന്മാർ, ഇവരൊക്കെ നൽകിയ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളുമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ബേസിലിനെ പോലെയും അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിനെ പോലെയുമൊക്കെയുള്ള വേദ പണ്ഡിതർ, പിതാക്കന്മാർ എങ്ങനെയായിരിക്കണം
സഭയിൽ നിയമങ്ങൾ എന്നതിനെപ്പറ്റി വ്യക്തമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെല്ലാം ഇപ്രകാരം പിന്നീട് സഭാ നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതിന്, രൂപീകരിക്കുന്നതിന് അതിൻ്റെ സോഴ്സസായി ഉപയോഗിക്കപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സസാണ് സഭയിൽ വിശുദ്ധ പത്രോസ് മുതൽ ഇന്ന് വരെ നിലനിന്നിരുന്ന പരിശുദ്ധരായ മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ. ഓരോ കാലത്തിനും ആ കാലത്തിന് ചേർന്ന നിയമങ്ങളും പ്രബോധനങ്ങളും പരിശുദ്ധരായ മാർപ്പാപ്പമാർ നൽകിയിട്ടുണ്ട്. അവയൊക്കെ നിയമങ്ങളായിട്ടോ നിയമങ്ങളെ സഹായിക്കുന്ന മറ്റ് പ്രബോധനങ്ങളായിട്ടോ ഒക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവയെല്ലാം സഭാ നിയമങ്ങളിൽ കൂടിച്ചേരുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉദാഹരണമായിട്ട് ഗ്രിഗറി 9 മാർപ്പാപ്പ സഭയിൽ വളരെ വ്യക്തമായ നിയമങ്ങളും പ്രബോധനങ്ങളും നൽകിയ മാർപ്പാപ്പയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമസംഹിതകളും അദ്ദേഹം നൽകിയിട്ടുള്ള പ്രബോധനങ്ങളും സഭാ നിയമത്തിൻ്റെ അടിസ്ഥാന സോഴ്സായിട്ട് നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഭയിലെ മാർപ്പാപ്പമാർ കാലാകാലങ്ങളിൽ നൽകിയിട്ടുള്ള പ്രബോധനങ്ങളും അവരുടെ നിയമങ്ങളുമൊക്കെ ഇപ്പോഴത്തെ സഭാ നിയമത്തിൻ്റെ രൂപീകരണത്തിന്, ക്രോഡീകരണത്തിന് അടിസ്ഥാനമായിട്ട് നിന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് ആദ്യകാലം മുതലുള്ള സുനഹദോസുകളും കൗൺസിലുകളുമൊക്കെ. നമുക്കറിയാം, ജെറൂസലേം കൗൺസിലിലാണ് ആദ്യമായിട്ട് ഒരു നിയമം, പ്രബോധനം നൽകപ്പെടുക. അപ്പോൾ ജെറൂസലേം കൗൺസിൽ മുതൽ തുടർന്ന് വന്ന എക്യൂമെനിക്കൽ കൗൺസിലുകളിലും മറ്റ് പ്രാദേശിക സുനഹദോസുകളിലുമെല്ലാം സഭാ നിയമത്തിന് വ്യക്തമായ രൂപകൽപ്പന നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ കാര്യത്തിനും ആവശ്യമായ നിയമങ്ങൾ, പ്രബോധനങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ഉദാഹരണമായിട്ട് വിശുദ്ധ കൂദാശകളെ സംബന്ധിച്ച്, വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, വിശുദ്ധ കൂദാശകളുടെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സഭയിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച്, സന്യാസത്തെ സംബന്ധിച്ച്, അൽമായ ജീവിതത്തെ സംബന്ധിച്ച്, അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഒക്കെ ഇതുപോലെയുള്ള പൊതു സുനഹദോസുകളിലും പ്രാദേശിക സുനഹദോസുകളിലുമൊക്കെ ധാരാളമായ നിയമങ്ങളും പ്രബോധനങ്ങളും നൽകപ്പെട്ടു. അങ്ങനെ കാലങ്ങളായി നൽകപ്പെട്ട നിയമങ്ങളും പ്രബോധനങ്ങളും ക്രോഡീകരിക്കപ്പെടുകയും അവ കാലാനുസൃതമായി പുതുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഒരു സമാഹരണവും നമുക്ക് നിയമത്തിൽ കാണാൻ സാധിക്കും. തുടർന്ന് സഭാചരിത്രത്തിലൂടെ വരുമ്പോൾ ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും വിവിധ തരത്തിലുള്ള നിയമസംഹിതകൾ സഭയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രമാത്രം നമുക്ക് മനസ്സിലാക്കാം. ആദിമ ക്രൈസ്തവ സമൂഹം മുതൽ തുടർന്നിങ്ങോട്ട് ഓരോ കാലത്തും വ്യത്യസ്തമായ അല്ലെങ്കിൽ കാലത്തിന് ചേർന്ന നിയമങ്ങളും പ്രബോധനങ്ങളും നൽകപ്പെടുകയും വിശുദ്ധ മാർപ്പാപ്പമാരോ സഭയിലെ പിതാക്കന്മാരോ സുനഹദോസുകളോ ഒക്കെ അത് ക്രോഡീകരിക്കുകയും നിയമസംഹിതകളായി നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സഭയുടെ കൂടുതൽ സമകാലീനമായ ഒരു ചരിത്രത്തിലേക്ക് വരാം. ഈ സഭാ നിയമങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകിയത് 2-ാം വത്തിക്കാൻ കൗൺസിലാണ്. ഇപ്പോൾ 2-ാം വത്തിക്കാൻ കൗൺസിൽ നമുക്കറിയാവുന്നതുപോലെ സഭാജീവിതത്തിന് പുതിയ വെളിച്ചം നൽകിയ ഒരു പൊതു സുനഹദോസാണ്. സഭയിലേക്ക് കൂടുതൽ വെളിച്ചം വരണം, സഭാജീവിതത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടാവണം എന്ന് പരിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഈ സുനഹദോസ് നടന്നുവെന്നും അതിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. ഈ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോഴത്തെ സഭാ നിയമസംഹിതകൾ ക്രോഡീകരിക്കപ്പെട്ടതും രൂപീകരിക്കപ്പെട്ടതും. അതിലേക്ക് ഞാൻ ചുരുക്കമായിട്ട് പറയാം. സഭയുടെ ആധുനീകരണം എന്നത് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. സഭ ദൈവജന കൂട്ടായ്മയാണ്, ആരാധനാ സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. തുടർന്നുള്ള നിർവചനങ്ങളൊക്കെ കൂടുതൽ
പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ടത് ഈ പൊതുസുനഹദോസിലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഭകളുടെ കൂട്ടായ്മയാണ്, കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് എന്നുള്ള പ്രബോധനം കൂടുതൽ ശക്തമായ ഒരു സുനഹദോസാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകൾക്കും വലിയ പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഒരു പ്രമാണരേഖ തന്നെ നൽകപ്പെട്ടത്. ഈ പ്രമാണരേഖയിൽ പൗരസ്ത്യ സഭകളുടെ സ്വയംഭരണാവകാശത്തെക്കുറിച്ചും പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിനെക്കുറിച്ചും അത് കൂടുതൽ കാലാനുഗതമായി വളരേണ്ടതിനെക്കുറിച്ചുമൊക്കെ പിതാക്കന്മാർ പറഞ്ഞു വച്ചു. അപ്പോൾ ഈ രണ്ട് പഠനങ്ങളും, പ്രത്യേകിച്ച് തിരുസഭ എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന സഭയെ സംബന്ധിച്ച പഠനം, അതുപോലെ തന്നെ പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ നൽകപ്പെടുന്ന പഠനങ്ങൾ, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ സഭയിൽ നിയമസംഹിത നവീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 6-ാം പോൾ മാർപ്പാപ്പ ഈ സഭകളുടെ നിയമങ്ങളെ കൂടുതൽ നവീകരിക്കുന്നതിന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രത്യേക കമ്മീഷനുകൾ നിലവിൽ വരുത്തുകയും ചെയ്തു. പാശ്ചാത്യ സഭ, ലത്തീൻ സഭ ഇത് കൂടുതൽ വേഗത്തിൽ നിർവഹിക്കുകയും 1983 ലത്തീൻ സഭയ്ക്ക് വേണ്ടി, അതായത് പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടി ഒരു നിയമസംഹിത നിലവിൽ വരികയും ചെയ്തു. അതിനെയാണ് നാം 1983 നിയമസംഹിത, കോഡ് ഓഫ് കാനൻ ലോ ഓഫ് 1983 എന്ന് വിളിക്കുന്നത്. ഈ നിയമസംഹിത ലത്തീൻ സഭയ്ക്ക് വേണ്ടി, പാശ്ചാത്യ സഭയ്ക്ക് വേണ്ടിയുള്ള നിയമസംഹിതയാണ്. ഇത് പ്രധാനമായും ലത്തീൻ സഭാംഗങ്ങൾക്ക് വേണ്ടിയും ലത്തീൻ സഭയിലെ വിശുദ്ധ കൂദാശകളും കൂദാശ അനുഷ്ഠാനങ്ങളും സഭാജീവിതവും ഒക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അപ്പോഴും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി ഒരു പൂർണ്ണമായ നിയമസംഹിത രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനു മുമ്പ് വ്യത്യസ്തമായ ചില പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പൗരസ്ത്യ സഭകളെ എല്ലാം ഒരുമിച്ച് ബാധിക്കുന്ന ഒരു നിയമസംഹിത നിലവിൽ വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി, വേഗത്തിലുള്ളതാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് 1990 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി ഒരു നിയമസംഹിത നിലവിൽ വന്നത്. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1990 ഈ പൗരസ്ത്യ കാനൻ നിയമസംഹിത ആവിഷ്കരിക്കുകയും അത് പൗരസ്ത്യ സഭകൾക്കായി നൽകുകയും ചെയ്തു. അതിനെ നാം പൗരസ്ത്യ കാനൻ നിയമസംഹിത എന്ന് മലയാളത്തിൽ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കുന്നു. കോഡെക്സ് കാനോനും എക്ലേസിയാരും ഓറിയന്താലിയും എന്നാണ് അതിൻ്റെ ഔദ്യോഗികമായ ലത്തീൻ നാമപേര്. പലപ്പോഴും നാം എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ CCEO എന്ന് കാണുന്നത് ഈ ലത്തീൻ രൂപത്തിൻ്റെ ഷോർട്ട് ഫോമാണ്, കോഡെക്സ് കാനോനും എക്ലേസിയാരും ഓറിയന്താലിയും. അപ്പോൾ ഈ പൗരസ്ത്യ കാനൻ നിയമസംഹിതയാണ് ഇന്ന് എല്ലാ പൗരസ്ത്യ സഭകളെയും ഒരുമിച്ച് ബാധിക്കുന്ന നിയമസംഹിത. അപ്പോൾ ചുരുക്കത്തിൽ നാം ഇങ്ങനെ മനസ്സിലാക്കുന്നു, ലത്തീൻ സഭയ്ക്ക് പൊതുവായി 1983 നിലവിൽ വന്ന നിയമസംഹിതയും പൗരസ്ത്യ സഭകൾക്ക് പൊതുവായി 1990 നിലവിൽ വന്ന പൗരസ്ത്യ കാനൻ നിയമസംഹിതയും. ഇതോടൊപ്പം തന്നെ പൗരസ്ത്യ കാനൻ നിയമസംഹിത പ്രത്യേകമായി പറഞ്ഞു വച്ചു, ഓരോ വ്യക്തിഗത സഭയും ഓരോ സ്വയാധികാര സഭയും അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ ആചാരങ്ങളും ആരാധനാക്രമവുമൊക്കെ നിലനിർത്തിക്കൊണ്ടും പാലിച്ചുകൊണ്ടും അവരുടേതായ ഒരു പ്രത്യേക നിയമസംഹിത രൂപപ്പെടുത്തണം. അതുകൊണ്ട് 1990 പൗരസ്ത്യ കാനൻ നിയമസംഹിത നിലവിൽ വന്ന ഉടനെ തന്നെ എല്ലാ പൗരസ്ത്യ സഭകളിലും അവരുടേതായ
ഒരു പ്രത്യേക നിയമസംഹിത നിലവിൽ വരുന്നതിനുള്ള പഠനങ്ങളും ആരംഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ആ സഭകളിൽ ഒരു പ്രത്യേക നിയമസംഹിതയും ഉണ്ട്. ഇതിനെ പർട്ടിക്കുലർ കോഡ് ഓഫ് കാനൻസ് ഓഫ് എ പർട്ടിക്കുലർ ചർച്ച്, എ സൂയി യൂറിസ് ചർച്ച് എന്ന് വിളിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ വന്ന പ്രത്യേക നിയമസംഹിതയാണ് പർട്ടിക്കുലർ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ സീറോ മലങ്കര കാത്തലിക് ചർച്ച്. അപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അതിൻ്റെ സഭാജീവിതത്തിന് ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കേണ്ട നിയമസംഹിത 1990 നിലവിൽ വന്ന പൗരസ്ത്യ കാനൻ നിയമസംഹിതയും അതോടൊപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമസംഹിതയായ പർട്ടിക്കുലർ കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ സീറോ മലങ്കര കാത്തലിക് ചർച്ച് ഇതുമാണ്. ഇത് രണ്ടിൻ്റെയും വെളിച്ചത്തിലായിരിക്കണം നമ്മുടെ സഭാജീവിതം കൂടുതൽ ക്രമീകരിക്കപ്പെടേണ്ടത്. ഇനിയും പൗരസ്ത്യ കാനൻ നിയമസംഹിതയെപ്പറ്റി നമുക്ക് ഹ്രസ്വമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1990 ഈ കാനൻ നിയമസംഹിത പ്രഖ്യാപിച്ചത്. അദ്ദേഹം 1 വർഷത്തെ സമയപരിധി ഇത് നടപ്പിൽ വരുത്തുന്നതിന് നൽകി. അങ്ങനെ 1991 ഒക്ടോബർ മാസം മുതൽ ഈ പൗരസ്ത്യ കാനൻ നിയമസംഹിത പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഈ നിയമസംഹിതയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നതിനെപ്പറ്റി നമുക്ക് ഹ്രസ്വമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ നിയമസംഹിതയിൽ 1546 കാനോനകൾ, നിയമങ്ങൾ ആണ് ഉള്ളത്. സഭാജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ വശങ്ങളെപ്പറ്റിയും ഈ നിയമങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമങ്ങളെ കാനൻ നിയമസംഹിത 30 ടൈറ്റിൽസായിട്ട് തിരിച്ച് ഈ ഓരോ ടൈറ്റിലിൻ്റെയും കീഴിൽ വിവിധ അധ്യായങ്ങളും അവയ്ക്ക് കീഴിലാണ് ഈ 1546 കാനോനകളെ ക്രമീകരിച്ചിരിക്കുക. പ്രതിപാദ്യ വിഷയം എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ 6 പ്രാരംഭ കാനോനകൾക്ക് ശേഷം ഇത് ആരംഭിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെപ്പറ്റിയും അവരുടെ അവകാശങ്ങളെപ്പറ്റിയുമാണ്. ആരാണ് കത്തോലിക്ക വിശ്വാസികൾ, എന്താണ് അവരുടെ അവകാശങ്ങൾ, കടമകൾ തുടങ്ങിയവയൊക്കെ ഇവിടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ക്രൈസ്തവ വിശ്വാസികളെ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളെയാണ് ഈ നിയമം അഭിസംബോധന ചെയ്യുക. അതുകൊണ്ട് തന്നെ 3 കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഒരേ വിശ്വാസത്തിലും ഒരേ കൂദാശകളിലും ഒരേ ഭരണക്രമത്തിലും പങ്കുചേരുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ വിശ്വാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരേ വിശ്വാസവും ഒരേ കൂദാശകളും ഒരേ ഭരണക്രമവും. അപ്പോൾ നാം എല്ലാവരും കത്തോലിക്ക വിശ്വാസികളാകുന്നത് ഇവ 3ഉം, വിശ്വാസം, കൂദാശകൾ, ഭരണക്രമം, ഇത് പങ്കുവയ്ക്കപ്പെടുമ്പോഴും പരസ്പരം അംഗീകരിക്കുമ്പോഴുമാണ്. ഇങ്ങനെയുള്ളവരുടെ അവകാശങ്ങളെപ്പറ്റിയും കടമകളെപ്പറ്റിയുമാണ് ഈ പ്രാരംഭ കാനോനകൾ എല്ലാം പറയുക. തുടർന്ന് 2ാമത്തെ ടൈറ്റിൽ സഭ, വിവിധ റീത്തുകൾ, ഇവയെപ്പറ്റിയാണ് പ്രതിപാദിക്കുക. എന്താണ് സഭ, ആരൊക്കെയാണ് സഭാംഗങ്ങൾ, എങ്ങനെയാണ് പൗരസ്ത്യ സഭകളിൽ വ്യത്യസ്ത റീത്തുകൾ നിലനിൽക്കുന്നത് തുടങ്ങിയവയൊക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പൗരസ്ത്യ സഭകളിൽ വ്യത്യസ്ത റീത്തുകളുണ്ട്. ഇവയെല്ലാം വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടവയാണ്. ഈ വ്യത്യസ്ത റീത്തുകൾ പിന്തുടരുന്ന സഭാ സമൂഹങ്ങൾ ഉണ്ട്. ഇവയെക്കുറിച്ചൊക്കെ ഈ കാനോനകളിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. 3ാമതായി സഭയിലെ പരമോന്നത അധികാരത്തെ പറ്റിയാണ്. പ്രത്യേകിച്ച് മാർപ്പാപ്പമാരുടെ, അതുപോലെ തന്നെ കർദിനാൾമാർ അല്ലെങ്കിൽ മെത്രാൻ സംഘം, ഇവരുടെ കടമകളെപ്പറ്റിയും അവകാശങ്ങളെപ്പറ്റിയും ഒക്കെ പ്രതിപാദിക്കുകയാണ് 3ാമത്തെ ടൈറ്റിൽ. ഇതിനു ശേഷമാണ് വിവിധ പൗരസ്ത്യ സഭകളെ അവയുടെ ശ്രേണീതലത്തിലുള്ള
ക്രമീകരണത്തെപ്പറ്റി പറയുക. പ്രധാനമായും പൗരസ്ത്യ സഭകളിൽ 4 ശ്രേണി തലത്തിലുള്ള സഭകളുണ്ട്. ഒന്നാമതായി പാത്രിയാർക്കൽ സഭകൾ, രണ്ടാമതായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ, മൂന്നാമതായി മെത്രാപ്പോലിത്തൻ സഭകൾ, നാലാമതായി മറ്റ് പിതാക്കന്മാർ നേതൃത്വം നൽകുന്ന സഭകൾ. ഇങ്ങനെ ഈ 4 ശ്രേണീതലത്തിലുമുള്ള സഭകളെപ്പറ്റിയും സഭാധ്യക്ഷന്മാരെ പറ്റിയും അവരുടെ കടമകളെക്കുറിച്ചും ഒക്കെ ഈ 4ാമത്തെ ടൈറ്റിലിൽ പ്രതിപാദിക്കുന്നു. തുടർന്ന് ഇവ ഓരോന്നിൻ്റെയും വിവരണമാണ് നൽകപ്പെടുക. അവയ്ക്ക് ശേഷമാണ് ഈ സഭകളെ വിവിധ ഭദ്രാസനങ്ങളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയിൽ എങ്ങനെയാണ് വിവിധ ഭദ്രാസനങ്ങൾ അഥവാ എപ്പാർക്കീസ്, അതുപോലെ തന്നെ ഈ ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മെത്രാന്മാർ, എപ്പാർക്കിയൽ ബിഷപ്സ്, അതുപോലെ തന്നെ ഭദ്രാസനങ്ങൾക്ക് കീഴിൽ എക്സാർക്കേറ്റ്, അവയ്ക്ക് നേതൃത്വം നൽകുന്ന എക്സാർക്ക്, ഇവയെപ്പറ്റിയൊക്കെ വ്യത്യസ്തമായി ഇവിടെ വിവരിക്കുന്നുണ്ട്. അവയ്ക്ക് ശേഷം വൈദികരെ പറ്റിയും അൽമായരെ പറ്റിയും സന്യസ്തരെ പറ്റിയും 3 ടൈറ്റിലുകളായിട്ട് വിവരിക്കുന്നു. വൈദികരെ പറ്റി പ്രതിപാദിക്കുമ്പോൾ വൈദിക പരിശീലനം, വൈദിക പരിശീലനത്തിൽ പാലിക്കപ്പെടേണ്ട വ്യത്യസ്തമായ നിയമങ്ങൾ, ഇവയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൽമായരെക്കുറിച്ച് പറയുമ്പോൾ അൽമായരുടെ കടമകളും അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ ആ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. സന്യസ്തരെ പറ്റി, സമർപ്പിതരെ പറ്റി പറയുമ്പോൾ കത്തോലിക്ക സഭയിലെ വിവിധ സമർപ്പിത സമൂഹങ്ങൾ, അതിലെ വിവിധ ശ്രേണീതലങ്ങൾ, അവയുടെ പരിപാലനം, ഇവയെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് പറയുന്നു. തുടർന്ന് സഭയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ സംഘടനകളെപ്പറ്റി, എങ്ങനെയൊക്കെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരുമിച്ച് ചേരാം എന്നതിനെപ്പറ്റി വിവരിക്കുന്നു. അവിടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച്, സുവിശേഷവൽക്കരണത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ട കടമകളെപ്പറ്റി, ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ഒക്കെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധനാധികാരം അടുത്ത പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ്. ദ ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച്. മാർപ്പാപ്പായുടെ പ്രബോധനാധികാരം, മാർപ്പാപ്പായുടെ കീഴിൽ മെത്രാൻ സംഘം, ഓരോ സഭയിലും മെത്രാൻ സുനഹദോസ്, രൂപതകളിൽ മെത്രാൻ, അവർക്ക് കീഴിൽ വൈദികർ, സന്യസ്തർ, അൽമായർ, ഇവർക്കെല്ലാമുള്ള കടമയെപ്പറ്റി ഇവിടെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് സഭയിലെ ആരാധനയെപ്പറ്റിയാണ് പ്രധാനമായും നിഷ്കർഷിക്കുക. ഡിവൈൻ വർഷിപ്പ്, പ്രത്യേകിച്ച് കൂദാശകൾ, 7 കൂദാശകളും എങ്ങനെ പരികർമ്മം ചെയ്യപ്പെടണം, അവയ്ക്കുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ, ഇതൊക്കെ ഈ ടൈറ്റിലിൽ പ്രത്യേകമായി വിവരിക്കുന്നു. അതുപോലെ തന്നെ കൂദാശാനുകരണങ്ങളെക്കുറിച്ചും വിശുദ്ധ സ്ഥലങ്ങളെപ്പറ്റി, അവിടെ പാലിക്കപ്പെടേണ്ട അനുഷ്ഠാനങ്ങളെപ്പറ്റിയൊക്കെ ഈ ഖണ്ഡികയിൽ പ്രത്യേകമായിട്ട് വിവരിക്കുന്നുണ്ട്. തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സഭകളുടെ ഐക്യം, എക്യൂമെനിസം, ഇവയൊക്കെ വളരെ വ്യക്തമായി പൗരസ്ത്യ സഭാ കാനോനുകളിൽ വിവരിക്കുന്നുണ്ട്. എങ്ങനെ സഭകൾ തമ്മിലുള്ള ഐക്യം നിലനിൽക്കണം, അവ പ്രോത്സാഹിപ്പിക്കപ്പെടണം, എക്യൂമെനിക്കൽ ബന്ധങ്ങൾ എങ്ങനെ പരിപോഷിപ്പിക്കപ്പെടണം തുടങ്ങിയവയൊക്കെ ഈ ഖണ്ഡികയിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. തുടർന്ന് സഭയുടെ സ്വത്തുക്കളെപ്പറ്റിയും സ്വത്തുക്കളുടെ പരിപാലനത്തെപ്പറ്റിയും അവ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഈ അടുത്ത ഖണ്ഡികയിൽ വിവരിക്കുന്നു. തുടർന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സഭയിലെ നീതി നിർവഹണം. എങ്ങനെയാണ് സഭയിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നിർവഹിക്കപ്പെടേണ്ടത്, അതിനാവശ്യമായ സംവിധാനങ്ങൾ, സഭയിൽ നിലവിലിരിക്കുന്ന സഭാ കോടതികൾ, അവയുടെ നടപടികൾ, വിവിധ തരത്തിലുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേക നടപടിക്രമങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിക്ഷണ നടപടികളെക്കുറിച്ചും സഭയിൽ ഉണ്ടായേക്കാവുന്ന തെറ്റുകളും അവയ്ക്കുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ചുമൊക്കെ ഈ ടൈറ്റിലുകളിൽ പ്രത്യേകമായിട്ടും വിവരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ 29-ാമത്തെയും 30-ാമത്തെയും ടൈറ്റിൽ ഈ
നിയമസംഹിതയെ മുഴുവൻ മനസ്സിലാക്കുന്നതിനുള്ള പൊതു നിബന്ധനകളാണ്, ജനറൽ നോംസ്. ആദ്യം മുതൽ ഇതുവരെ പറഞ്ഞു വെച്ച നിയമങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ അവസാനത്തെ ഖണ്ഡിക പഠിക്കേണ്ടത് ആവശ്യമാണ്. ചുരുക്കത്തിൽ ഈ 30 ടൈറ്റിലുകളിലായി പൗരസ്ത്യ കാനൻ നിയമസംഹിത പൗരസ്ത്യ സഭകളുടെ പൊതുവായ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ സഭാജീവിത തലങ്ങളെക്കുറിച്ചും വ്യക്തമായ പ്രബോധനങ്ങളും നിയമങ്ങളും നൽകുന്നുണ്ട്. അവയനുസരിച്ച് സഭാജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ് എല്ലാ സഭാംഗങ്ങളുടെയും കടമ. അതിന് ഈ പഠനം സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ സഭാ നിയമ പരമ്പര കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.